ഉപയോഗമില്ലെന്ന് കരുതി വലിച്ചെറിയുന്ന ചിരട്ടകൾക്ക് പുതുജീവൻ നൽകുകയാണ് കോടഞ്ചേരി മുറമ്പാത്തിയിലെ കുഞ്ഞനാൽ മാധവൻ നായർ. ശില്പനിർമ്മാണ രംഗത്ത് ഒരു മുൻപരിചയവുമില്ലാതെ എത്തിയ മാധവൻ നായരുടെ കൈ തൊട്ട് വിരിഞ്ഞതാകട്ടെ എണ്ണമറ്റ വ്യത്യസ്ത ശില്പങ്ങളാണ്. റേഡിയോ മെക്കാനിക്കായും പെയിന്റിംഗ് തൊഴിലാളിയുമായൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് മാധവൻ നായർ. അതിനിടയിലാണ് മനസ്സിലെ കലാകാരൻ ഉണർന്നത്. കുട്ടിക്കാലത്ത് പോലും മണ്ണിലോ തടിയിലോ ഒരു ശില്പമുണ്ടാക്കിയിട്ടില്ലാത്ത മാധവൻ നായർക്ക് ഇപ്പോൾ സ്വന്തമായി ഉണ്ടാക്കുന്ന ശില്പങ്ങൾ കാണുമ്പോൾ സന്തോഷത്തിലേറെ അത്ഭുതമുണ്ട്. വളരെ സന്തോഷത്തോടെ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കിക്കണ പോലെ എനിക്ക് തോന്നാറുണ്ട്. പറഞ്ഞു ഇതൊക്കെ വച്ചിരിക്കുന്ന കാണുമ്പോൾ ഇതിലെ യാത്ര ചെയ്യുന്ന ആ ജനങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം നല്ലതാണെന്നുള്ള അഭിപ്രായം നാട്ടുകാരിലുണ്ട്. വിൽപ്പന ഇല്ലാത്തതുകൊണ്ട് അവർ കൂടുതൽ ഇത് കണ്ടാസ്വദിക്കുന്നേ ഉള്ളൂ. വിൽപ്പന ഏതായാലും ഇല്ല, എത്ര ഉണ്ടാക്കിയാലും വിൽക്കാൻ തോന്നുന്നില്ല. പ്രായം അല്പം തളർത്തിയപ്പോൾ ചിരട്ടയിലെ ശില്പനിർമ്മാണം കുറച്ചിട്ടുണ്ട്. സിമന്റ് ഉപയോഗിച്ചാണ് ഇപ്പോൾ കൂടുതൽ ശില്പങ്ങളും നിർമ്മിക്കുന്നത്. കുറേ കാലം റബ്ബർ വെട്ടാൻ പോയി, പിന്നീട് വീടുകൾ പെയിന്റ് ചെയ്തു, ബാനറുകളും ബോർഡുകളൊക്കെ എഴുതി. അങ്ങനെ ഇത് ഇങ്ങനെ ഉയർന്നു വന്നപ്പോൾ എനിക്ക് തോന്നി ഈ ചിരട്ടയിൽ കൂടി ഇത്തരം സാധനങ്ങൾ ഉണ്ടാക്കാമല്ലോ എന്ന് വെച്ച് ഞാനങ്ങനെ പൂക്കളും പക്ഷികളും മൃഗങ്ങളും അങ്ങനെ പല രൂപങ്ങൾ ഇങ്ങനെ കൊത്തി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. പിന്നീട് ഇപ്പം കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളായി കഴിഞ്ഞപ്പോൾ അത് ഞാൻ നിർത്തി. എന്നാലും എനിക്കിത് ഉണ്ടാക്കാതിരിക്കാൻ കഴിയാത്തൊരു മാനസികാവസ്ഥയുള്ള ആളാണ്. അതുകൊണ്ട് ഞാൻ സിമെന്റിൽ തുടങ്ങി. ഭാര്യ സൗമിനിയുടെയും 3 മക്കളുടെയും പൂർണ്ണ പിന്തുണ മാധവൻ നായർക്കുണ്ട്. നമുക്ക് ചുറ്റുമുള്ളവയിൽ പാഴ്വസ്തുക്കളൊന്നുമില്ലെന്ന് തെളിയിക്കുകയാണ് മാധവൻ നായർ. ന്യൂസ് മലയാളം, കോഴിക്കോട്.